ചൂലിലൊന്ന് അയൺ ബോക്സ് വെച്ച് നോക്കിയിട്ടുണ്ടോ? ചൂലൊന്ന് എടുത്തിട്ട് അയൺ ചെയ്ത് നോക്കിയാലോ അല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത് മാത്രമല്ല, കുറേ നല്ല ടിപ്സ് വേറെയും പറയുന്നുണ്ട്. ആൻഡ്രിയാസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എന്നും ഇതുപോലെ എന്തെങ്കിലും നല്ല കുറേ ടിപ്സ് ഞാൻ പറയാറുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത്, നമ്മുടെ അതേപോലെ മിൽക്ക് മെയ്ഡോ എന്തെങ്കിലുമൊക്കെ നമുക്ക് കഴിഞ്ഞ ഇത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ പെട്ടെന്ന് നമ്മുടെ കയ്യിലൊന്നും ആക്കാതെ നമുക്കൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഇത് മാത്രമല്ല കേട്ടോ. അപ്പോൾ നമ്മൾ പിക്കിളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെച്ച് നമ്മുടെ എന്ത് കാര്യമാണെങ്കിലും നമുക്ക് വാഷ് ചെയ്യാൻ മടിയുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി. കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം കേട്ടോ. അതിനുശേഷം ഞാനൊരു ടിഷ്യൂ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിലോട്ട് ഇടാം കേട്ടോ. ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം വെള്ളം ഒരു ഇളം ചൂടെടുത്താൽ മതി. എൻ്റെ വെള്ളം ഇത്തിരി ചൂട് കൂടിയിട്ടുണ്ട് കേട്ടോ. ഇളം ചൂടാണെങ്കിൽ നമുക്കിത് പിടിക്കാനും പറ്റും, ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാനും പറ്റും. അപ്പോൾ ഇതിങ്ങനെ ഷേക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് എനിക്ക് വെള്ളം ഇത്തിരി ചൂട് കൂടിയിട്ടുണ്ട്, അതുകൊണ്ട് പിടിക്കാൻ ഇത്തിരി പാടുണ്ട്. അപ്പോൾ വെള്ളം എടുക്കുമ്പോൾ ഒന്ന് വെള്ളം ചൂട് കമ്മിയുള്ള വെള്ളം ഒന്ന് എടുക്കുക കേട്ടോ. അത്ര ഒരു ഇളം ചൂടായിട്ടുള്ള വെള്ളം ഒന്ന് എടുക്കുക. അപ്പോൾ ഈ ഒരു ടിഷ്യൂ എന്താ പറഞ്ഞാൽ ഇതിലത്തെ ഒരു വെള്ളം ഇങ്ങനെ വലിച്ചെടുക്കുകയും ചെയ്യും, അത് നല്ല ക്ലീൻ ആവാനും സഹായിക്കും. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ഷേക്ക് ചെയ്ത് ഇങ്ങനെ കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളൊരു കുപ്പിയിൽ ഇപ്പോൾ അച്ചാറൊക്കെ ഇട്ട് വെച്ച ഒരു കുപ്പി നമുക്ക് കഴുകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇതിങ്ങനെ പിടിച്ചിട്ട് ഒന്ന് ഷേക്ക് ചെയ്ത് ഇങ്ങനെ കൊടുത്താൽ മതി. ഇത് നല്ല ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ എനിക്ക് ഷേക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ആക്കിയിട്ട് പിന്നെ ഇതൊന്ന് വെറുതെ ഒന്ന് നമ്മൾ വെള്ളത്തിൽ വാഷ് ചെയ്തെടുത്താൽ കൂടി ഇത് നല്ല ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്കിതാ ഈ വെള്ളം ഒന്ന് എന്തിലേക്കെങ്കിലും ഒന്ന് ഒഴിച്ചിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. ഈ സൈഡിൽ കൂടെ ഒഴിക്കുകയാണെങ്കിൽ ഈ ഒരു സൈഡിലുള്ള ആ ഒരു ഇതും കൂടി ഒന്ന് ക്ലീൻ ആയിട്ട് കിട്ടുമല്ലോ. അപ്പം എന്തായാലും ചൂടുവെള്ളമല്ലേ, അപ്പോൾ അത് കൂടെ ഒന്ന് ഒഴിക്കാം. കണ്ടോ, നല്ല വൃത്തിയായിട്ട് നമ്മൾ പിന്നെ കൈ വെച്ചിട്ട് വാഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ നമ്മൾ ഇതേപോലത്തെ എന്ത് പാത്രങ്ങൾ നമ്മൾ ഇപ്പോൾ സ്റ്റീലിൻ്റെ ആവട്ടെ അല്ലെങ്കിൽ ചില്ലിൻ്റെ പാത്രങ്ങളാവട്ടെ ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളാവട്ടെ എന്ത് നമ്മൾ വാഷ് ചെയ്യണമെങ്കിൽ നമുക്ക് മടിയുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ മതി. നല്ല എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഈ സൈഡിലേക്കൊന്ന് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ വെള്ളത്തിലോട്ട് ഇതേപോലെ തിരിച്ചു വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. ആ സൈഡിലെയും കൂടെ ആ ഒരു മിൽക്ക് മെയ്ഡിൻ്റെ എല്ലാം അതൊക്കെ മാറി നല്ല വൃത്തിയായിട്ട് നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടും. നമ്മൾ ഒന്നും ഉരച്ചു പിടിച്ച് കഴുകുകയോ അല്ലെങ്കിൽ നമുക്ക് മടിയുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് മാത്രം ചെയ്താൽ മതി. ഇനി അടുത്തൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റണത്, ഇതേപോലെ നമ്മളിത് വാഷ് ചെയ്തൊന്നും എടുത്തല്ലേ, അപ്പോൾ ഇനി ഇത് നമുക്ക് വേറൊരു യൂസും കൂടി ഉണ്ട്. ഇതേപോലെ നമ്മൾ ഏതെങ്കിലും പഴയ ഒരു സോക്സ് എടുക്കാം കേട്ടോ. അതിനുശേഷം ഈ ഒരു സോക്സിനകത്ത് ഇതിനെ ഒന്ന് നമുക്ക് കയറ്റി വെക്കാം. ഇനി ഇതേപോലെ നമ്മളൊന്ന് പഴയ ഏതെങ്കിലും ഒരു സോക്സ് ഇട്ട് കൊടുക്കുക. അതങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതൊന്ന് മടക്കി കൂടി വെക്കുക. ഇപ്പോൾ ഇങ്ങനെ സോക്സ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എന്താ യൂസ് ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ, നമുക്കിതിൽ പെന്നിട്ടിട്ട് വെക്കാൻ പറ്റും. ഇപ്പം നമുക്ക് പെട്ടെന്ന് പെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ എടുത്തിട്ട് പോയിട്ട് നമുക്ക് പെട്ടെന്ന് കിട്ടുമൊന്നുമില്ല അല്ലേ. നമുക്ക് കിച്ചണിൽ വേണമെങ്കിൽ വെക്കാം. നമ്മളെവിടെയാണോ പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്കിപ്പോൾ എല്ലായിടത്തും നമുക്ക് വേറെ കാര്യങ്ങളൊന്നും വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടേണ്ട സ്ഥലം എവിടെയാണോ അവിടെ നമുക്ക് ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ പെന്നൊക്കെ എടുക്കാനും പറ്റും. ടിപ്സ് എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ആണിയൊക്കെ അടിക്കുകയാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഇങ്ങനെ അടിക്കുന്ന സമയത്ത് നമ്മളിത് കയ്യിൽ പെടാനായിട്ട് നല്ല ചാൻസ് ഉണ്ട് അല്ലേ. നമ്മുടെ കൈ ഇതിൽ ചിലപ്പോൾ പെട്ടുപോകും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് അതേപോലെ ഒരു ചീർപ്പ് എടുത്താൽ മതി കേട്ടോ. ഒരു ചീർപ്പ് എടുത്തതിന് ശേഷം അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ആണി അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പേടിക്കാതെ തന്നെ നമുക്ക് ഇനി ഇങ്ങനെ അടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ചീർപ്പ് വെച്ചിട്ട് ചീർപ്പിൽ ഇതേപോലെ ഒരു ആണി വെച്ചതിന് ശേഷം നമുക്ക് ഇത് ഹാമർ വെച്ചിട്ട് നമ്മൾ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പേടിക്കാതെ നമ്മുടെ കയ്യിൽ കൊള്ളുമൊന്നും പേടിക്കാനില്ല. എന്നാൽ നമുക്ക് നേരെ ആണി അടിച്ച് വെക്കാനും പറ്റും കേട്ടോ. അപ്പോൾ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത്, നമ്മൾ ഇതേപോലെ സ്റ്റീലിൻ്റെയൊക്കെ സ്ക്രബ്ബർ ഉണ്ടാവില്ലേ, ഇത് നമ്മൾ കുറച്ച് വെള്ളത്തിലിട്ടിട്ട് നമ്മൾ പുതിയതിൽ നമുക്ക് ഇത്തിരി വെള്ളം ഒന്ന് ചൂടാക്കി എടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് വിനാഗിരി കൂടി ഒന്ന് ഒഴിച്ചിട്ട് നമ്മൾ ഇതൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ദിവസം, അതായത് കുറേ നിൽക്കും, ഇത് കുറേ കാലം നിൽക്കും ഈ ഒരു സ്ക്രബ്ബർ. ഇങ്ങനെ ഒരു കാര്യം ഇതാണ്, പുതിയതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അത് കഴിഞ്ഞ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്തും നമ്മൾ ഇതിൻ്റെ കൂടെ കുറച്ച് വിനാഗിരിയും കുറച്ച് കല്ലുപ്പും കൂടി ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെ ഈ ഒരു അഴുക്കും അതേപോലെ അണുക്കളൊക്കെ ഉണ്ടാവില്ലേ, ബാക്ടീരിയ കാര്യങ്ങളൊക്കെ ഒന്ന് പോവാനായിട്ടും ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ.
അപ്പോൾ പുതിയതിൽ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ദിവസം ഇത് കേടാവാതെ നിൽക്കാനായിട്ട് ഏറ്റവും ഗുണമാണ്. അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത്, നമ്മൾ ഇതേപോലെ വെള്ളിയുടെ പാദസരമൊക്കെ വളരെ കറുത്ത് ഇങ്ങനെ ഇതുപോലെ കളറൊക്കെ മങ്ങി കിടക്കുകയാണെന്ന് വിചാരിച്ചോളൂ. ഇത് നമുക്ക് വാഷ് ഒന്നും ചെയ്യേണ്ട, പെട്ടെന്ന് നമുക്ക് നല്ലൊരു ഷൈനിങ് വരും. നല്ല എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതുപോലെ കുറച്ച് വെള്ളം എടുക്കുക. ആ ഒരു വെള്ളത്തിലോട്ട് നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വെള്ളത്തിലോട്ട് നമ്മൾ ഇതിടുക. അതിനുശേഷം നമ്മൾ കുറച്ച് പേസ്റ്റ്, ഏതെങ്കിലും ഒരു പേസ്റ്റ് കുറച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ ഈ ഒരു സ്ക്രബ്ബർ ഇല്ലേ, ഇങ്ങനത്തെ തന്നെ ഇടണം കേട്ടോ. ഇതിൻ്റെ ഒരു ചെറിയ പീസ് ഇട്ട് കൊടുത്താലും മതി, അതല്ലെങ്കിൽ ഇതിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. നല്ല രീതിയിലൊന്ന് തിളച്ച് കിട്ടണം. എന്നിട്ട് ഞാനിത് എടുത്തു കൂടി കാണിക്കാം കേട്ടോ. നല്ല വൃത്തിയാവും. പിന്നീട് നമ്മൾ ഇത് നല്ല ഇങ്ങനെ ഉരച്ച് വാഷ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം ഇതിതാ നല്ല രീതിയിലൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് ഓഫ് ചെയ്തിട്ട് ഞാനിതൊന്ന് എടുത്ത് കാണിക്കാം കേട്ടോ. കുറച്ച് നേരം ഈ വെള്ളത്തിൽ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. നല്ല രീതിയിൽ തന്നെ അത് കണ്ടോ, നല്ല ആ ഒരു കളറൊക്കെ മാറിയിട്ടുണ്ട്. നല്ലൊരു ഷൈനിങ് വരും. പിന്നീട് നമ്മളത് ഉരച്ചിങ്ങനെ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നല്ല ചൂടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ കൈ കൊണ്ട് എടുക്കാത്തത്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പഴയ ഒരു ബ്രഷ് വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മളിത് വെച്ചിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കും കൂടി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ. ഇനി ഇത് വാഷ് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു വെള്ളമില്ലേ, ഈ ഒരു വെള്ളം നമ്മൾ സിങ്കിൽ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് ആ ഒരു ബാഡ് സ്മെല്ലും കാര്യങ്ങളൊക്കെ നമുക്ക് മാറി കിട്ടുകയും ചെയ്യും. നല്ല വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ വെള്ളം നമ്മൾ വെറുതെ കളയേണ്ട കാര്യമൊന്നുമില്ല. സിങ്കിൽ ഒഴിച്ചിട്ട് വാഷ് ചെയ്താൽ മതി കേട്ടോ. ഇപ്പം നമ്മുടെ പാദസരം കണ്ടോ, ഞാൻ പിന്നെ വാഷ് ചെയ്തിട്ടൊന്നുമില്ല, അവിടുന്ന് അങ്ങനെ എടുത്തിരിക്കുകയാണ്. പക്ഷെ നല്ലൊരു ഷൈനിങ് വന്നു. നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്തു കേട്ടോ. നമ്മൾ അടിച്ചു വാരുന്നൊക്കെ സമയത്ത് നമ്മുടെ ചൂല് നനഞ്ഞു പോയി എന്ന് വിചാരിച്ചോളൂ. നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വെച്ചിട്ട് നമുക്ക് അടിച്ചു വാരാനായിട്ട് പാടാണല്ലേ. അപ്പോൾ അതിനെ നമുക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും വെള്ളം നനയുക മാത്രമല്ല, എന്തെങ്കിലും അതിൽ ഈർപ്പമായി അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇതേപോലെ. പിന്നെ നമുക്ക് പൊടി വരില്ല എന്ന് മാത്രമല്ല, അതിൽ മുഴുവനും പിന്നെ അഴുക്കായിരിക്കും വരുന്നത് അല്ലേ. ഇതേപോലെ ഏതെങ്കിലും ഒരു പേപ്പർ വെക്കുക. അതിന് മുകളിൽ നമ്മൾ അയൺ ബോക്സ് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ചൂടാക്കിയിട്ട് വേണം കേട്ടോ, ഒന്നിങ്ങനെ അയൺ ചെയ്യുന്ന മാതിരി ഒന്നിങ്ങനെ എടുക്കുക. അപ്പോൾ ആ നല്ല രീതിയിൽ തന്നെ ആ ചൂലിൻ്റെ ഈർപ്പൊക്കെ മാറി കിട്ടും. ഇപ്പോൾ ചൂല് നമ്മൾ ഡയറക്റ്റ് ഈ ഒരു അയൺ ബോക്സിലല്ലല്ലോ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ തട്ടുന്നൊന്നുമില്ല. നമ്മൾ ഒരു പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അയൺ ചെയ്തെടുത്താൽ മതി. നല്ല വൃത്തിയായിട്ട് ആ ചൂലിൻ്റെ ആ ഒരു ഈർപ്പവും നനവും ഒക്കെ മാറി കിട്ടുകയും ചെയ്യും. നമുക്ക് നല്ല വൃത്തിയായിട്ട് നമുക്ക് അടിച്ചു വരാനും പറ്റും കേട്ടോ. അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ സോഡാ പൊടിയോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ എന്ത് കാര്യമാണെങ്കിലും നമ്മളിങ്ങനെ ഒരു ഡപ്പയിൽ ഇട്ട് വെച്ചു എന്ന് വിചാരിച്ചോളൂ. അതിനുശേഷം നമുക്ക് അതിൽ സ്പൂണ് കൊള്ളുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു ഡബിൾ സൈഡ് ടേപ്പ് എടുക്കുക. അതിനുശേഷം ഈ ഒരു ഡബിൾ സൈഡ് ടേപ്പ് ഇതിനകത്ത് ഒന്ന് ഒട്ടിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ ഡബിൾ സൈഡ് ടേപ്പ് ഒന്ന് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഈ സ്പൂൺ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഇതിലിങ്ങനെ ഒട്ടിയിരിക്കും. ഇപ്പോൾ ആ ബേക്കിംഗ് സോഡയോ കാര്യങ്ങളൊക്കെ നമുക്ക് ഇട്ട് വെക്കുന്നതിൽ ഇതിലിപ്പോൾ ഈ സ്പൂണ് കൊള്ളുകയൊക്കെ ചെയ്യും. ഞാൻ ജസ്റ്റ് ഈ ഒരു ടിപ്പ് കാണിക്കാനായിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇതാ വലിയ സ്പൂണാണെങ്കിൽ ഇങ്ങനെ നമുക്കൊന്ന് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ടിപ്സൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കില്ല എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.